ബുക്കൊക്കെ വായിച്ചു തീർത്തിട്ടുണ്ട്. പണി തുടങ്ങിയിട്ട് കുറെ വർഷമായി. ഒരു സ്ക്രിപ്റ്റ് എഴുതി തീർത്തിട്ടില്ല. അപ്പൊ ചേട്ടൻ ഇതൊക്കെ പഠിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞോട് ചോദിക്കുക, ചേട്ടന് റൈറ്റിംഗിലേക്ക് ബ്ലോക്ക് ചെയ്യുന്ന സാധനം എന്താ? എന്തില്ല, ലൈക് കോൺസെൻട്രേഷൻ ഇല്ലാത്തതുകൊണ്ടാണോ, ഫോക്കസ് അത്രയും നേരെ ഇട്ട് പണി എന്താണ് ചേട്ടന് റൈറ്റിംഗിൽ സ്റ്റോപ്പ് ചെയ്യണ സാധനം? അല്ല, എന്നെ സ്റ്റോപ്പ് ചെയ്യാറില്ല. ഞാനും റൈറ്റേഴ്സിന്റെ കൂടെ തന്നെ ഇരിക്കാറുണ്ട് തീർച്ചയായിട്ടും. അപ്പോൾ ഈ ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള എല്ലാ സിനിമകളിലും റൈറ്റേഴ്സിന്റെ കൂടെ തന്നെ വർക്ക് ചെയ്തിട്ട് തന്നെയുള്ള രീതിയിലാണ്. ഒറ്റയ്ക്ക് സ്ക്രിപ്റ്റ് എഴുതണത്, ഒറ്റയ്ക്ക് സ്ക്രിപ്റ്റ് ആക്ടിങ്ങും ഒക്കെ ഉള്ളത് കൊണ്ട് ഇതിന്റെ കംപ്ലീറ്റ് ആയിട്ട് അതിന്റെ കൂടെ ബിസി ആയതുകൊണ്ട് മാത്രം ഇല്ലെങ്കിൽ ഞാനും ശ്രമിച്ചേനെ തീർച്ചയായിട്ടും. അതിലൊരു സംശയമില്ല. ഇതൊക്കെ തന്നെയാണ് അതിന്റെ തിരക്കുകൾക്കിടയിൽ. അപ്പൊ ഒരു ബാലൻസ് ആണല്ലോ നമുക്ക് റൈറ്റേഴ്സുമായിട്ട് ഇടയ്ക്കിടയ്ക്ക്. അപ്പോഴേ കുറച്ചുകൂടെ ബെറ്റർ ആവും. ചിലപ്പോൾ അവരൊരു ആലോചന വന്നിട്ട് നമ്മുടെ അടുത്ത് വന്ന് ബൗൺസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് വേറൊരു പെർസ്പെക്റ്റീവ് ആലോചിക്കാൻ പറ്റുമായിരിക്കും. നമ്മൾ അതിൻ്റെ അകത്ത് തന്നെ നിന്ന് കഴിയുമ്പോൾ ചിലപ്പോൾ നമുക്ക് അതിൽ നമ്മളങ്ങ് ഡിസീവ്ഡ് ആയി പോയിട്ട് നമ്മൾ അതാണ് ശരിയെന്ന് വിചാരിച്ചിരിക്കുമായിരിക്കും. അപ്പൊ ഈ ഒരു ഭയങ്കര കടിച്ചു പിടിച്ചിരിക്കുമ്പോ എഴുത്തങ്ങനെ നടക്കണല്ലോ. ഇല്ല, റൂൾസ് ഞാൻ പറയുന്നത് റൂൾസ് എപ്പോഴും റൂൾസിനെ ഫോളോ ചെയ്യണമെന്നില്ല. റൂൾസ് നമുക്ക് അറിഞ്ഞിരിക്കാൻ വേണ്ടി മാത്രമാണ് റൂൾസ് എന്ന് പറയുന്നത്. അറിഞ്ഞിട്ടുള്ള റൂൾസിനെ ബ്രേക്ക് ചെയ്യുമ്പോഴാണ് പുതിയ തരത്തിലുള്ള എക്സ്പെരിമെന്റും പുതിയ തരത്തിലുള്ള സിനിമകളും ഉണ്ടാകുന്നത്. പക്ഷെ റൂൾസ് ഫോളോ ചെയ്യണമെന്ന് ഞാൻ ഒരു പരിധി വരെ വിശ്വസിക്കുന്നു. കാരണം സിനിമയ്ക്ക് എഴുതുക എന്ന് പറയുന്നതിന് വേറെ തന്നെ ഒരു ആർട്ടാണ്. അത് ഇപ്പോൾ നല്ല ഒരു സാഹിത്യം, ഒരു നോവലോ ഒരു കഥയോ എഴുതുന്ന പോലെയല്ല സ്ക്രീനിന് വേണ്ടി എഴുതുക എന്ന് പറയുന്നത്. അതിനൊരു ടെക്നിക്കൽ സൈഡ് ഒരുപാട് വേറെ തരത്തിലുള്ള ഈ പറയുന്ന ബുക്കുകളൊക്കെ വായിക്കുമ്പോൾ നമുക്കറിയാം അതിൻ്റെ അകത്തുള്ള പലതരത്തിലുള്ള ടെക്നിക്കാലിറ്റീസിനെ കുറിച്ച് നമുക്ക് മനസ്സിലാവുന്ന അങ്ങനെയായിരിക്കും. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള എഴുത്തെന്ന് പറയുന്നത് വേറെ തരത്തിലുള്ള എഴുത്താണ്. അപ്പൊ തീർച്ചയായിട്ടും റൂൾസ് ഫോളോ ചെയ്യണം. പക്ഷെ റൂൾസിന് വേണ്ടി മാത്രം നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്താൽ അതൊരു ഭയങ്കര ഒട്ടും ഓർഗാനിക് ആയിട്ടുള്ള ഒരു സിനിമയാവില്ല. ഭയങ്കര മെക്കാനിക്കൽ, നമ്മളിങ്ങനെ ഒരു എന്താ പറയുക, എന്തോ എഴുതാൻ വേണ്ടി ഭയങ്കര എഞ്ചിനീയർഡ് സിനിമയായിട്ട് മാറും, ഒരു എഴുത്തായിട്ട് മാറും. അതിനൊട്ടും സോൾ ഉണ്ടാകാൻ സാധ്യതയില്ല. അപ്പൊ അത് രണ്ടും കൂടെ ഒരു മിക്സ് വരിക എന്നുള്ളതാണ് അതിന്റെ കൃത്യമായിട്ടുള്ള ഒരു രീതി. അപ്പൊ അതിന് നേരത്തെ പറഞ്ഞ ജീവിതാനുഭവങ്ങളൊക്കെ അതിൻ്റെ അകത്ത് ഇൻഫ്ലുവൻസ് ആകുമ്പോഴാണ് നമ്മുടെ സ്ട്രെങ്ത് നമ്മൾ യൂസ് ചെയ്യണം. നമ്മൾ വേറെ ഒരു ഇമാജിനേഷനേക്കാളും നമ്മുടെ ഏറ്റവും കൂടുതൽ സ്ട്രെങ്ത് പ്ലേ ഔട്ട് ചെയ്തിട്ട് അതിൻ്റെ അകത്തോട്ട് ഈ ടെക്നിക്കാലിറ്റീസ് ബ്ലെൻഡ് ചെയ്യുമ്പോഴാണ് കറക്റ്റ് ആയിട്ടുള്ള ഒരു വേർഷൻ ഓഫ് സിനിമയിലേക്ക് എത്താൻ തോന്നുന്നത്.